ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2-3 ദിവസമായിട്ട് എഡിറ്റിംഗ് ടൂൾസുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ടൂൾസുകൾ ക്രോമ ചെയ്യുന്ന പഠിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഇനി ആ ടൂൾസുകളൊക്കെ കൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഫുൾ എഡിറ്റിംഗ് ചെയ്തു നോക്കാം ഇന്ന്. ഓക്കെ, എൻ്റെ കൂടെ എഡിറ്റിങ്ങിൽ സഹായിക്കാൻ ഒരാളൂടെ ഉണ്ട്. ആയിഷുമോളാണ്. ആയിഷുമോൾ, കുഞ്ഞ് ആയിഷുമോളൂടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തുതരാം. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം അല്ലേ? ഓക്കെ, നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി മീഡിയ ഫയലിൽ നിന്നും ഒരു പിക്ചർ നമുക്ക് ടൈം ലൈനിലേക്ക് എടുത്തിടാം. മീഡിയയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എടുത്തിടുന്നത്. അത് പിക്ചർ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര കൂട്ടാം. ഇപ്പോൾ ഞാനൊരു സാമ്പിളിന് കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ഫയൽ, വേറൊരു ഫയൽ എടുത്തിട്ട് ഒരു വീഡിയോ ഫയൽ എടുത്തിടാണ് ഞാൻ. ആയിഷമോളുടെ ഒരു ഫയലാണ് എടുത്തിടുന്നത് ഞാൻ. ഇത് നമുക്ക് വലുതാക്കി വിൻഡോ ഫുള്ളാക്കി വെക്കുക, സൈഡിൽ വേണമെങ്കിലും വെക്കുക. എവിടെ വെച്ച് പ്ലേ ചെയ്താലും അതിൽ നിന്ന് പ്ലേ ചെയ്തോളൂ. നമുക്ക് ഒരു വീഡിയോൻ്റെ മുകളിൽ വേറൊരു വീഡിയോ ഇതേപോലെ സൈഡിൽ പ്ലേ ചെയ്യിക്കണമെങ്കിലൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വരുന്നു. ക്രോമാക്കി ഉപയോഗിച്ച് കട്ട് ചെയ്ത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഹെയർ ബാൻഡൊക്കെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ഫുള്ള് കട്ടായി പോകും. ഇത് നമുക്ക് ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത്ര നമുക്ക് ലെങ്ത്ത് വേണ്ട. കുറച്ച് ക്ലിയർ ഇല്ലാത്ത ഭാഗമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫയൽ എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വെക്കണം. അതേപോലെ തന്നെ നീക്കി വെച്ചതിന് ഇതിൻ്റെ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്ത് വരണോ അത് ഈ വീഡിയോ വരുമ്പോൾ ഫെഡ് ഓപ്ഷനാണ്. ആനിമേഷൻ ഇന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഫെഡാണ് കൊടുക്കുന്നത്. ഫെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രൊഫഷണൽ എഡിറ്റിങ്ങിലൊക്കെ ഫെഡാണ് അധികം വരിക. ഒന്നുമില്ലായ്മ വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരിക. അതേപോലെ നമുക്ക് ഇത് വലുതാക്കി ഏത് സൈസിലേക്കും, ഇപ്പോൾ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഫയലാണെങ്കിലും പിക്ചറാണെങ്കിലും ഒക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റും നമുക്ക്. വീഡിയോ ഫയലാകുമ്പോൾ അതിൻ്റെ കൂടെ സൗണ്ട് കൂടി ഉണ്ടാവും. അപ്പോൾ സൗണ്ട് നമുക്ക് ഈ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ട് പോരാതുണ്ടെങ്കിൽ ഈ ഓഡിയോയിൽ വരിക, നമ്മൾ സൗണ്ട് മുകളിലോട്ട് കൂട്ടി കൊടുക്കുക, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്തിട്ട് സൗണ്ട് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓഡിയോൻ്റെ നേരെ സൈഡിൽ ലാസ്റ്റ് സൈഡിൽ ഒരു ഔട്ടോ വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് അത് ഓഫ് എടുക്കുക. എന്നിട്ട് പ്ലേ ചെയ്യിച്ചു നോക്കുക. അപ്പോൾ ഫുൾ സൗണ്ട് ഉണ്ടാവും. നമ്മളെ വേവ് മുകളിലേക്ക് പോകുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ കിൻമാസ്റ്ററിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. മറ്റ് ആപ്ലിക്കേഷനിൽ പോലെയല്ല. നമ്മളൊരു ഫയൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അത് ചില സമയത്ത് നമുക്ക് എൻഡിൽ എത്തിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ഫോൺ ഓഫായി പോയി അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നാലൊന്നും ഈ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടു പോകില്ല. അത് അവിടെ തന്നെ ഉണ്ടാകും പ്രൊജക്റ്റ്. നമുക്ക് എപ്പോഴും തുറന്നിക്കുകയാണെങ്കിൽ ആ പ്രൊജക്റ്റ് ഫയൽ എടുത്ത് പിന്നെ റീ ഓപ്പൺ ചെയ്താൽ എല്ലാ ഫയലും നമ്മൾ ചെയ്ത് വെച്ച് ഇതുവരെ അവിടെ ഉണ്ടാവും. ഇനി നമുക്കൊരു ക്രോമ ചെയ്ത് നോക്കാം. ക്രോമ വീഡിയോ അതെങ്ങനെ ചെയ്യുന്ന? ലെയറിൽ പോവുക, മീഡിയ ഫയൽ എടുക്കുക. ലെയറിൽ കൂടെ മാത്രമേ പോകാൻ പറ്റൂ. മീഡിയ ഫയൽ എടുക്കുക. നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ ക്രോമ ചെയ്യാൻ പറ്റിയ ഫയലുകൾ ഉണ്ടാവും. ആ വീഡിയോസ് എടുക്കുക, അതിൽ ക്രോമ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ജിറാഫിൻ്റെ ഫോട്ടോസാണ് എടുത്തത്. അതിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ ഓപ്ഷനിൽ പോയാൽ ക്രോമാക്കി ഇത് ഓക്കെ കൊടുത്ത് ബ്ലൂ സ്ക്രീൻ മൊത്തം കട്ടായിപ്പോയി. ഇപ്പോൾ നമുക്ക് ജിറാഫ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മളെടുത്ത്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, നമ്മൾ മാറ്റുമ്പോൾ ഈ കളറ് വരും. നമുക്ക് എവിടെ വേണ്ടി വെച്ചിട്ടാണ് കളർ ഫുൾ പോകുന്നിടത്ത് വരെ നമുക്ക് ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യുക. പിന്നെ എവിടെയും കൊണ്ടുവെക്കുക. നമുക്ക് എവിടെ ഫ്ലോർ എന്ന് വെച്ചാൽ ആ ഫ്ലോറിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് താത്തി വെച്ചതാണ്. ഈ എൻ്റെ തല മാത്രം കിട്ടാൻ, തലാണ് അനങ്ങുന്നത് കാണുന്നത്, അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ എടുത്ത് വെച്ചത്. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ കാണാം. അതേപോലെ തന്നെ നമ്മൾ ലെയറായി ചെയ്യുമ്പോൾ ഈ പിക്ചർ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ കണ്ടൻറ്റിൻ്റെ ബാക്കിൽ വെക്കുക, ഫ്രണ്ടിൽ വെക്കുക, ഇവിടെ വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് സൈസിലും ചെയ്യാം. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് എഫക്റ്റ് ആയിട്ടും ടെക്സ്റ്റ് ടൈറ്റിലായിട്ടും ചെയ്യാൻ പറ്റും.
എഫക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെയ്യാം. ഇപ്പം നമ്മളൊരു ടൈറ്റിൽ എഫക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ലെയറിൽ ടെക്സ്റ്റ് എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയാൽ കീബോർഡ് കിട്ടും. കീബോർഡിൽ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ, ഞാനിപ്പോൾ ഇതാ ഹോട്ടൽ അറ്റ് ഹോം നമ്മളെ ക്യാപ്ഷനാണ് കൊടുത്തത്. ഓക്കെ കൊടുത്തു. ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങോട്ടും എടുത്തേക്കാം കളർ ചേഞ്ച് ചെയ്ത്. ഇപ്പോൾ വൈറ്റ് കളറാണ്, അത് ഞാൻ മാറ്റി റെഡ് കളറാക്കുന്നുണ്ട്. ഓക്കെ കൊടുത്താൽ റെഡ് കളർ. ഓക്കെ, ഇത് നമുക്ക് സൈസ് ചെയ്യാം. ലാസ്റ്റുള്ള ഓപ്ഷനിൽ പിന്നെ ഫോണ്ട് മാറ്റി കൊടുക്കാം. വലിയ ഫോണ്ടാക്കിയതാണ് ഞാൻ. ഫോണ്ടിൻ്റെ ഓപ്ഷൻ ഇല്ല, കത്രികൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് ഫോണ്ട്. ആ ഫോണ്ട് എടുത്താൽ എത്ര ഫോണ്ട് അതിലുണ്ടാവും. അതേപോലെ നമുക്ക് ഇതിന് ഷാഡോ കൊടുക്കാം. ഷാഡോ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അടിയിലെ നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ ഷാഡോ കുറച്ച് കൂട്ടിയൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് സ്പീഡാക്കി പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളറ് അത് ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ ഏത് കളർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഫുൾ കളർ വേണമെങ്കിൽ അടിയിലിതാ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് അത് ഓണാക്കി കൊടുത്താൽ ഇതേപോലെ ഫുൾ ലെങ്ത്ത് കിട്ടും. പിന്നെ ഇതിന് ആനിമേഷൻ കൊടുക്കാം. നമുക്ക് ആനിമേഷൻ ഇൻ എടുത്തിട്ട് എങ്ങനെയാണ് വരേണ്ടത് ഇത് ടെക്സ്റ്റ്. ഓക്കെ, സ്ലൈഡ് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് നിന്ന് വരുന്നത്. അത് ആനിമേഷൻ ഔട്ട് കൊടുക്കുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ലാസ്റ്റ് ഭാഗം സ്ലൈഡിൻ്റെ റൈറ്റ്. അപ്പോൾ റൈറ്റ് ഭാഗത്തേക്ക് പോകും, ലെഫ്റ്റിൽ നിന്ന് വരും, റൈറ്റിലേക്ക് പോകും. ഇത് നമുക്ക് എത്ര വേണ്ടെങ്കിലും നീട്ടിയേക്കാം. ഏഴും വരെ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം തീരുമാനിക്കാം, എന്നിട്ട് അങ്ങോട്ട് നീട്ടി വെക്കാം. ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് റൈറ്റിൽ നിന്ന് വരും. നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുക. അതേപോലെ വേറൊരു കണ്ടൻറ്റ്, വേറൊരു വീഡിയോ നമുക്ക് സൈഡിൽ പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു എംബ്ലം വേണം സൈഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ലെയറിൽ പോവാം, മീഡിയയിൽ പോവാം. നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ആയിഷമോൾ തന്നെ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്ത് മുമ്പ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാം, എത്ര ആവശ്യമുള്ളതെന്ന്. ഇതിൻ്റെ ഓപ്ഷനിൽ പോവാം. ഓപ്ഷനിൽ പോയിട്ട് കുറേ ലെങ്ത്ത് വീഡിയോ ആണല്ലോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് ഭാഗങ്ങൾ കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പിന്നെ ലെങ്ത്ത് കൂട്ടി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാം. എവിടെ വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്യുക, വലുതാക്കുക, ചെറുതാക്കുക, എന്നിട്ട് പ്ലേ ചെയ്ത് വെക്കുക. അതിൻ്റെ ആ ലെങ്ത്ത് വരെ അത് പ്ലേ ചെയ്യും. ഓക്കെ, ആ ലെങ്ത്ത് എത്ര വേണ്ടി വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യണം. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യുക. ബാക്കി കട്ടിങ്ങൊക്കെ ബാക്കി എല്ലാ ഇതും ഒരേപോലെ വരുന്നത്, എല്ലാ കട്ടിങ്സും. ഈ വീഡിയോ എത്ര വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു ധാരണ വേണം, എന്നിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്യാം. അടിയിലെ ലെയറൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൗണ്ട്, അതിന് വേറെ മ്യൂസിക്കോ അതോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ലെയർ ആ സ്ഥലം വരെ വെച്ചിട്ട് കട്ട് ചെയ്യണം നമുക്ക്. അതേപോലെ ഓരോ ലെയർ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഓപ്ഷനിൽ പോവുക, കട്ട് ചെയ്യാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അതെങ്ങനെ ചെയ്യും നോക്കാം നമുക്ക്. അത് ക്രോമാണ് സംഭവം, നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും ബട്ടൺസ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നേരെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. അത് നേരെ ടൈം ലൈനിൽ വരിക, ഓവർലേയിൽ വന്നിട്ട് ടൈം ലൈനിൽ വന്നിട്ട് അത് ക്രോമ ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഭാഗം ഉണ്ടെങ്കിൽ ക്രോപ്പ് ഓപ്ഷനിൽ ക്രോപ്പ് ചെയ്യാം, എന്നിട്ട് ക്രോമ ആഡ് ചെയ്യാം. ക്രോമ ആഡ് ചെയ്താൽ തന്നെ ഇതുണ്ടാവും, കറക്റ്റ് ബ്ലൂ ആയിരിക്കും വരിക. നേരെ ഓൺ ചെയ്താൽ ഓക്കെ ബട്ടൺ ഓക്കെ. എന്നിട്ട് നമുക്ക് എവിടെ ആവശ്യമുള്ളത്, വീഡിയോൻ്റെ ഏത് ഭാഗത്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തിൽ വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്ക്രൈബ് ഉണ്ടാവും, ബെല്ലൈക്കൺ ഉണ്ടാവും. ഏത് രൂപത്തിലും ചെയ്യട്ടോ. ഇത് ഏത് രൂപത്തിലും വീഡിയോ കിട്ടും, നമുക്ക് യൂട്യൂബിൽ കിട്ടും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, സിമ്പിളാണ്. ചില സ്ഥലത്ത് നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഓപ്ഷനിലുണ്ടാവും വോളിയം എൻവലപ്പർ എന്ന സാധനം. ഇതിൽ നമുക്ക് ഓരോ കീ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ കുറക്കണം എന്ന് ചോദിച്ചാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ താഴ്ത്തുക, എവിടെ വേണം കുറക്കണം എന്ന്. കൂട്ടണമെങ്കിലും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ കീ ആഡ് ആവുന്നത് കാണാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോഴാണ് അത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത്.
അത് ചില സ്ഥലത്ത് നമ്മൾ വോയിസ് ഉള്ള സ്ഥലത്ത് മ്യൂസിക് താഴ്ത്തി കൊടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ക്ലിപ്പുകളെ സൗണ്ട് ഒന്ന് കൂട്ടണമെന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, ഇതേപോലെ നല്ല വ്യത്യാസം ഉണ്ടാവും സൗണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ സൗണ്ടായിരിക്കും, അപ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്തായാലും സൗണ്ട് വോളിയം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ക്ലാസ് റൂമിൽ ആനനെ കൊണ്ടുവരിക, കുതിരനെ കൊണ്ടുവരിക എന്നൊക്കെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ, വെർച്വൽ റിയാലിറ്റി എന്ന് പറയും ഇതിന്. അത് നമുക്ക് സിമ്പിളായിട്ട് ക്രോമ ചെയ്ത് തന്നെ ചെയ്യാം. നമുക്ക് ഒരു ഓവർലേ ഓപ്ഷൻ എടുക്കാം. ക്രോമയിൽ തന്നെ ഓവർലേ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ഒബ്ജക്റ്റിലാണ് അത് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഞാനൊരു സെറ്റി എടുത്ത്, സോഫ സെറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈസൊക്കെ കറക്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിലേക്കാണ് നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നത്. അടുത്ത ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് അതിന് ക്രോമ ആഡ് ചെയ്യുന്നതോടുകൂടി അത് നമുക്ക് ഫ്രീ ആയി കിട്ടും. ആ ഒബ്ജക്റ്റ് മാത്രമേ കിട്ടൂ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ. അത് എന്നിട്ട് നമുക്ക് അവിടെയും പ്ലേസ് ചെയ്യാം. ഞാൻ ഈ സോഫ സെറ്റിൽ ഒരു പുലിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുണ്ട്. നമ്മൾ ലെയറിൽ പോവുക, ലെയറിൽ ഓപ്ഷൻ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം, ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ലെയറിൽ മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ, ക്രോമ ചെയ്യാൻ പറ്റിയ ഫയൽ, ഒരു പുലിനെയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. പുലിൻ്റെ ഫോട്ടോ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. അതാ ഇതിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ പഴയ ബാക്ക്ഗ്രൗണ്ട് വീഡിയോൻ്റെ അത്രയും നമുക്ക് എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ലെങ്ത്ത് കൂടി പോകും. ഇവിടെ വായുവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകും പുലി. ആവശ്യമുള്ളത് നമുക്ക് എടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിടണം. ഇനി നമുക്ക് ക്രോമ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രോമ കീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓണാക്കി എഫക്റ്റ് ആവുന്നില്ല. ഇത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിൽ ക്രോമ സെലക്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ക്രോമ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഏത് സൈസിലേക്കും ചെയ്യാം. ഈ സോഫയിൽ അത് ഇരിക്കുന്നത് രൂപത്തിൽ തന്നെ പ്ലേ ചെയ്യാം. നമുക്ക് വേണ്ടിയ രൂപത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ആവില്ല. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ സോഫയിൽ പുലി കയറിയിരിക്കുന്ന അതേ എഫക്റ്റ് കിട്ടും. നമുക്ക് കറക്റ്റായി ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് ആനനെ, സിംഹത്തിനെ, എന്തോ ഒരു മരം വേണമെങ്കിലോ അല്ലെ ബിൽഡിങ് വേണമെങ്കിലോ ഒക്കെ അതേപോലെ ആഡ് ചെയ്യാൻ പറ്റുന്ന. നമ്മൾ അതേപോലെ തന്നെ ലെയറിൽ ഒന്നുകൂടി പോവുക. എംബ്ലം നമ്മൾ ആദ്യം പറഞ്ഞില്ലല്ലേ, എംബ്ലം എങ്ങനെ സെലക്ട് ചെയ്യുക. എംബ്ലം നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് വെക്കണം. ഒരു ഫോട്ടോഷോപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് അത് ക്രോപ്പ് ചെയ്ത് വെക്കാം. ചെറുതാക്കി വലുതാക്കി നമ്മുടെ സൈഡിലാണല്ലോ അധികം എംബ്ലം ഉണ്ടാവുക. അത് രൂപത്തിൽ വെക്കാം. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും നീട്ടി കൊടുക്കാം. ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വേണമെങ്കിൽ അതേ രൂപത്തിൽ നീട്ടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെയറിൽ കൂടെ മാത്രമേ മീഡിയ എടുക്കാൻ പറ്റുമല്ല. നേരിട്ട് മീഡിയ എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ടൈം ലൈനിലാണ് വരിക. ടൈം ലൈനിൻ്റെ ഫസ്റ്റ് ഭാഗത്താണ് വരിക, ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിൽ വരണമെങ്കിൽ ലെയറിലെ മീഡിയ കൂടെ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓപ്ഷനിൽ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നമ്മൾ ബാക്കപ്പ് ഫയലിൽ പോവുക. നമ്മൾ മീഡിയയിൽ പോയിട്ട് ഫയൽ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നാലും നമ്മൾ ഫയലിലെത്തി. ഫയലിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാവുക. അതിൽ നമുക്ക് ഇനി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും വരുത്തുക. സൗണ്ട് കുറക്കുക, കൂട്ടുക, കട്ട് ചെയ്യുക, എല്ലാ ഓപ്ഷനും അതിൽ തന്നെ അതിൻ്റെ ഓപ്ഷനിലുണ്ട്. ഏകദേശം ടൂളുകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. എഡിറ്റിങ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് എൻഡ് ടൈറ്റിൽ വേണമെങ്കിൽ ചെയ്യാം. എൻഡ് ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് എഫക്റ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ചെയ്യാം. അല്ലാതെ അങ്ങനെ സിമ്പിളായിട്ട് എൻഡ് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്യാം. അതേപോലെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് നമ്മളെ വോയിസ് ഇതിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അടിയിൽ വോയിസ് എന്ന് പറഞ്ഞിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ ടൈം ലൈൻ അവിടെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് വോയിസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
വോയിസ് ആഡ് ചെയ്താലും നമുക്ക് അതിൻ്റെ എഫക്റ്റിൽ പോവുകയാണെങ്കിൽ അത് വോയിസ് കൂട്ടാനോ കുറക്കാനോ എഫക്റ്റ് മാറ്റി കൊടുക്കാനോ എക്കോ കൊടുക്കാനോ ഒക്കെ പറ്റും. ഇതിലെല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇത് വീഡിയോ ഫയലാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതിന് മുകളിലൊരു ചിഹ്നമുണ്ട്, ചെറിയ ഒരു ആരോ മാർക്ക് മേലോട്ടുള്ള, അത് ക്ലിക്ക് ചെയ്താൽ നേരെ റെൻഡറിങ്ങിലേക്കാണ് വരിക. റെൻഡറിങ് നമുക്ക് ഇതിൽ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈസ് കുറക്കുന്നതിനനുസരിച്ച് MB കുറക്കുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ട് ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആക്കി വെക്കുക. കുറച്ച് MB കൂടുതലുണ്ടാവും. എന്നിട്ട് നേരെ വന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കിൻമാസ്റ്റർ സൈറ്റിലേക്കാണ് നമ്മൾ പോകുക. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. മുകളിൽ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റെൻഡറിങ് സ്റ്റേജിലെത്തും. റെൻഡറിങ് സ്റ്റേജിൽ നമ്മൾ വേറൊന്നും ചെയ്യാൻ പാടില്ല. റെൻഡർ കഴിയുന്ന വരെ നമ്മൾ കാത്തിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. ഓക്കെ, താങ്ക് യു. ബെല്ലൈക്കൺ